നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ അതിൻ്റെ സ്പീഡ് ചിലപ്പോൾ വളരെ കുറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അത് ഹാങ് ആയി പോകുന്ന അവസ്ഥ പലർക്കും അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെ അനുഭവപ്പെടുന്നത് അതിൻ്റെ റാം സ്പേസ് വളരെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. എങ്ങനെയാണ് റാം സ്പേസ് കൂട്ടുക? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മൊബൈലിൽ ഡെവലപ്പർ ഓപ്ഷൻ ഇല്ല എങ്കിൽ എബോട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ അതിൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ നിങ്ങൾക്കിവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അവിടെ 7 പ്രാവശ്യം ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡെവലപ്പർ ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. എനിക്കിപ്പോൾ ഓൾറെഡി വന്നതുകൊണ്ട് ഇവിടെ അങ്ങനെ കാണിക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾക്ക് താഴ്ഭാഗത്ത് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴെ ഇവിടെ റണ്ണിങ് സർവീസസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ എത്രത്തോളം റാം യൂസ് ആകുന്നുണ്ട്, ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് റാം യൂസ് ആകുന്നത് എന്നൊക്കെ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സിസ്റ്റം എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, ആപ്സ് എത്ര യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രീ സ്പേസ് എത്രയാണെന്നൊക്കെ നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനിൽ റാം യൂസ് ആകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുകയാണ്. ഇപ്പോൾ 12 MB റാം ഇത് യൂസ് ആകുന്നുണ്ട്, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ സ്റ്റോപ്പ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ ആപ്ലിക്കേഷനും എടുത്തിട്ട് നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൻ്റെ റാം ഇതുപോലെ സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ റാം ഒരുപാട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റാം കൂടുതലായിട്ട് യൂസ് ചെയ്ത് ഹാങ് ആകുന്ന പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈൽ സ്പീഡ് കുറയുന്നതും ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇനി ആ ഒരു ഡെവലപ്പർ ഓപ്ഷനിൽ തന്നെ മറ്റൊരു സെറ്റിങ്സും കൂടിയുണ്ട്. ഇവിടെ കുറച്ച് താഴെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിൻഡോ ആനിമേഷൻ സ്കെയിൽ എന്നും ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ എന്നും ആനിമേറ്റർ ഡ്യൂറേഷൻ സ്കെയിൽ എന്നും 3 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾ ഓരോന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 3ാമത്തെ ഓപ്ഷനിലായിരിക്കും ഓൾറെഡി ഇൻബിൽട്ടായിട്ട് സെറ്റായിട്ടുണ്ടാകുക. അതിൽ നിന്നും നിങ്ങൾ ആനിമേഷൻ ഓഫ് ചെയ്ത് കൊടുക്കുക. ആ 3 ഓപ്ഷനിൽ നിന്നും ആനിമേഷൻ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നല്ല സ്പീഡോട് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഹാങ് ആകുന്ന പ്രശ്നങ്ങളും നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് പരിഹരിക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.